തനിക്കെതിരെ കോൺഗ്രസ് നേതാവ് അനിൽ അക്കര അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഉന്നയിച്ചെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും സിപിഎം നേതാവ് എം.കെ. കണ്ണൻ. സത്യത്തിന്റെ ഒരു കണിക പോലും അനിൽ അക്കരയുടെ ആരോപണങ്ങളിലില്ല. പ്രസ്താവന തിരുത്തി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും എം.കെ. കണ്ണൻ പറഞ്ഞു. അനിലക്കരയ്ക്കെതിരെ നിയമപോരാട്ടം തുടരും. അത് ഞാൻ പണ്ടേ തുടങ്ങി വെച്ചിട്ടുണ്ട്. രണ്ടാമത് തുടരും. എന്തെല്ലാം പറഞ്ഞത്, എന്റെ വീട്, എന്റെ കുടുംബം, മക്കള്, അവരെ പോലും ജീവിക്കാൻ അനുവദിക്കാതെ ഇത്രയേറെ കൊള്ളക്കാരനാണ് ഞാൻ. 61 വർഷമായി ഞാൻ പൊതുജീവിതം നടത്തും. ഇങ്ങനൊരു ആളെ പിന്തുടർന്ന് വേട്ടയാടെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ കൊണ്ട് ആത്മഹത്യ ചെയ്യണം. അതൊക്കെ എന്റെ മനസ്സിലിരിക്കും. ഞാൻ ഇതിനപ്പുറം നേരിട്ടുണ്ട്. നടരാജ് പരശുറാം തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. നടരാജ്, വിവരങ്ങൾ. എം.കെ. കണ്ണനെതിരെ നേരത്തെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ആരോപണം വന്നിരുന്നു. കഴിഞ്ഞ ദിവസത്തിൽ ശരത് പ്രസാദിന്റെ ശബ്ദരേഖയിലും എം.കെ. കണ്ണനുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ട്. ഇതിന് പിന്നാലെ അനിൽ അക്കര ഈ വിഷയത്തിൽ ആദായനികുതി വകുപ്പിനും അതുപോലെ തന്നെ വിജിലൻസ് വകുപ്പിന് പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായി. തന്നെക്കുറിച്ച് പലപ്പോഴും അനിൽ അക്കര പൊതുമാധ്യമങ്ങളിൽ പറയുന്ന ആരോപണങ്ങൾ തെറ്റാണ് എന്നാണ് എം.കെ. കണ്ണൻ അറിയിക്കുന്നത്. ഇത് അനിലക്കര തുടർച്ചയായി ചെയ്യുന്നുണ്ട്. ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഈ തെറ്റായ കാര്യങ്ങൾ പിൻവലിച്ചുകൊണ്ട്, പ്രസ്താവനകൾ പിൻവലിച്ചുകൊണ്ട് അനിലക്കര മാപ്പ് പറയണം എന്നാണ് എം.കെ. കണ്ണന്റെ ആവശ്യം. ഇത്തരത്തിൽ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അനിലക്കരയ്ക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നും അദ്ദേഹം പറയുന്നു. നേരത്തെയും കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അനിലക്കര നിരവധി പ്രസ്താവനകൾ നടത്തിയിരുന്നു. അപ്പോഴും തന്നെ ലക്ഷ്യം വെക്കുന്ന നിലപാടാണ് അനിലക്കര സ്വീകരിക്കുന്നത്. ഇത് തുടരുകയാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് എം.കെ. കണ്ണൻ പറയുന്നത്. ശരി.